മുല്ലപ്പെരിയാർ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും വയനാട് നടന്നതുപോലെ ഒരു പ്രകൃതി ദുരന്തമൊന്നും ആവില്ല. മറിച്ച് നമ്മളുടെ അനാസ്ഥ കാരണം വരാൻ പോകുന്ന ഒരു വലിയ അപകടമാണ്. കാലാവധി കഴിഞ്ഞ ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. അതുകൊണ്ട് തന്നെ അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം, അതിന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇതിനെതിരെയുള്ള എന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഞാൻ വോട്ട് ചെയ്യില്ല. അല്ലെങ്കിൽ ആരാണോ മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കുന്നത് അവർക്കായിരിക്കും ഇനി വരാനിരിക്കുന്ന ഇലക്ഷന് ഞാൻ വോട്ട് ചെയ്യുക. ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഓർ നോ വോട്ട്, അതാണ് ഇനി പ്രതികരിക്കാൻ പറ്റുന്ന രീതിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മളുടെ കയ്യിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സമ്മതിദാന അവകാശം, അതായത് വോട്ട് ചെയ്യാനുള്ള അവകാശം. അപ്പം എൻ്റെ വോട്ടിൻ്റെ വിലയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ നാട്ടിലെ ജനങ്ങളുടെ ജീവന്റെ വില തന്നെയാണ്. നിങ്ങളുടെ വോട്ടിൻ്റെ വില എന്തായിരിക്കണം എന്നുള്ളത് ഇനി നിങ്ങൾ നിശ്ചയിക്കണം. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സ്റ്റോറി ഇടുക. കാരണം ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് കൂടുതൽ ആളുകൾക്ക് പ്രതികരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ പ്രതികരിക്കുന്ന പക്ഷം ഈ വിഷയത്തിൽ നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ